المدرسة الربانية. كونوا ربانيين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചക്കയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടോ. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് പഠിക്കാൻ ആരംഭിക്കുന്ന ഗ്രന്ഥം ഔനുൽ ഗഫാർ ഫീ ശർഹി അസ്ഇലത്തിൻ വ അജ്വിബ ലിസ്സിഗാരി വലാ യസ്തഗ്നി അൻഹൽ കിബാർ എന്ന ഗ്രന്ഥമാണ്. ഇത് ഷേഖ് സാലിം ബിൻ സഅദ് അത്വബീൽ ഹഫിളഹുല്ലാ രചിച്ച ഒരു ഗ്രന്ഥമാണ്. ഇതിൽ 102 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഷേഖ് അവറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ചോദ്യോത്തരങ്ങൾ രചിച്ചതിന് ശേഷം അതിനെ വിശദീകരിച്ചിരിക്കുന്നതാണ് ഈ ഔനുൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിൽ. ഇത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും പലപ്പോഴും ആളുകൾ ഈ വിഷയത്തിൽ അജ്ഞരാണ്, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള കാരണത്താൽ വളരെ പ്രസക്തമായ ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ ആമുഖത്തിൽ മുസന്നിഫ് ഹഖ്ദഹുല്ലാ ഇപ്രകാരമാണ് പറയുന്നത്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ ഗുണം, രക്ഷ ഇതെല്ലാം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിനും മുഴുവൻ അനുചരന്മാർക്കും സദാസമയം വർഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഹംദ് സ്വലാത്ത് തുടങ്ങിയതിന് ശേഷം മുസന്നിഫ് പറയുന്നു: ഫഇന്ന അഅ്ദമ നിഅമില്ലാഹി അസ്സ വജല്ല അലൽ അബ്ദി നിഅമത്തുൽ ഇസ്ലാമി വസ്സുന്ന. ഒരു മനുഷ്യന്, ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു അവന് ഇസ്ലാം നൽകി എന്നുള്ളതാണ്. ഇസ്ലാം നൽകിയതിനോട് കൂടെ തന്നെ ശരിയായ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് അതിന് പിന്തുടരാനും ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുന്തിയ അനുഗ്രഹം അത് തന്നെയാണ്. കാരണം എന്താണ്? വദാലിക അന്നന്നാസ ബിഹാജത്തിൻ മാസ്സ ഇലാ മഅരിഫത്തി ദീനി. മനുഷ്യർ വളരെ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവരുടെ ദീൻ എന്നുള്ളത്. നിർബന്ധമായും അവർ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ഫഇന്നല്ലാഹ തആല ഖലഖ ഇബാദഹു ലിയഅ്ബുദൂഹു വഹദഹു ലാ ശരീക ലഹു. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അവർ അള്ളാഹുവിനെ യഥാവിധം ശിർക്കില്ലാതെ, പങ്കുചേർക്കലുകളില്ലാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വാർസല ഇലൈഹിം റുസുല,
ഇത് പഠിപ്പിക്കാൻ മുർസലീങ്ങളെ അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ചു. വാൻസല ഇലൈഹിം കുതുബ, അവരിലേക്ക് വ്യത്യസ്തങ്ങളായ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. ഫഅർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുദയും ദീനുൽ ഹഖുമായി, സന്മാർഗവും, അതായത് ഇൽമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇൽമും അതേപോലെ തന്നെ സത്യദീനുമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുകയുണ്ടായി. ഫമാ മിൻ അമലിൻ യുഖർരിബു ഇലല്ലാഹി അസ്സ വജല്ല ഇല്ലാ വബയ്യനഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമലും തന്നെയില്ല, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സാമീപ്യം, അടുപ്പം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. വദല്ല ഉമ്മത്തഹു അലൈഹി, അത് ഈ ഉമ്മത്തിൻ്റെ മേൽ അറിയിച്ചു നൽകിയിട്ടുണ്ട്, വഴികാട്ടിയിട്ടുണ്ട് അതിലേക്ക്. വമാ മിൻ അമലിൻ യുബ്ഇദു അനില്ലാഹി അസ്സ വജല്ല ഇല്ലാ ഹർററ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു മിൻ, ഏതൊരു കാര്യമാണോ അള്ളാഹുവിൽ നിന്നും ഒരു മനുഷ്യനെ വിദൂരത്താക്കി കളയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഉമ്മത്തിന്. വഅബഅദഹും അൻ, അതിൽ നിന്ന് മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിദൂരത്താക്കുകയും ചെയ്തു, താക്കീത് നൽകിക്കൊണ്ട്. ഫമാ ഖുബിറ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ വഖദ് ബല്ലഗ റിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചിട്ടുണ്ട്. വഅദ്ദൽ അമാന, നബിയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. വനസഹൽ ഉമ്മ, ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ പുലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകശഫൽ ഉമ്മ, എല്ലാവിധ കെട്ടിക്കൊടുക്കുകളും ആശയക്കുഴപ്പങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീക്കിക്കൊടുക്കുകയും ചെയ്തു. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് വളരെ തെളിമയാർന്നതായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാതൊരു രീതിയിലുള്ള ആശയക്കുഴപ്പവും ഇല്ലാതെ നബി അത് വിശദീകരിച്ചിട്ടുണ്ട്. വജാഹദ ഫില്ലാഹി ഹഖൽ ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണോ ജിഹാദ് ചെയ്യേണ്ടത് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദും ചെയ്തു. അള്ളാഹു തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാഇൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്, ഇന്നേ ദിവസം ഈ ദീൻ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ദീൻ, നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ ഒരു ദീൻ എന്നുള്ള നിലയിൽ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു. അപ്പോൾ ഈ ഒരു ദീൻ ഒരാൾ യഥാവിധം പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത്, അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു അവന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരാൾക്ക് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു, അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, വലിയ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്ത് നൽകുന്നതിനേക്കാളും ഒരു മനുഷ്യന് അവൻ എത്ര താഴെ ലെവലിൽ ജീവിക്കുന്നവനാണെങ്കിലും ഇത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് വലിയ അനുഗ്രഹത്തിനുള്ളതാണ്. എത്രത്തോളം അള്ളാഹുവിനെ സ്തുതിച്ചാലും അള്ളാഹു നന്ദി രേഖപ്പെടുത്തിയാലും കഴിയാത്ത രീതിയിൽ വലിയ അനുഗ്രഹമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അതിനെ യഥാവിധം പഠിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ അനിവാര്യമാണ്. പറയാൻ വഹാദ ഷർഹുൻ അലാ റിസാലതി അസ്ഇലത്തുൻ വഅജ്വിബത്തുൻ ലിസ്ഗാരി വലാ യസ്തഗ്നി അനിൽ കിബാർ. ചെറിയ കുട്ടികൾക്ക് മുതൽ അവർക്ക് വേണ്ടിയിട്ട് രചിക്കപ്പെട്ട ചോദ്യോത്തരങ്ങളാണിത്. വലിയ ആളുകൾ ഇതിനെ തൊട്ട് ധന്യരല്ല. ഇത് പഠിക്കുന്നവരുടെ മേലും എന്താണ് അനിവാര്യമാണ്. അങ്ങനെയുള്ള എൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഷറഹാണ് ഇവിടെ പറയുന്നത്. വഹിയ റിസാലത്തുൻ മുഖ്തസറ, വളരെ സമ്മറൈസ് ചെയ്ത സംക്ഷിപ്തമാക്കിയിരിക്കുന്ന ഒരു റിസാലയാണിത്, ഒരു ലേഖനമാണിത്. ഖദിഷ്തമല തആല അസ്ഇലത്തിൻ മുഹിമ്മ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഹ്താജുഹ കുല്ലു മുസ്ലിം, എല്ലാ മുസ്ലിമുകളും ഈ ചോദ്യോത്തരങ്ങളിലേക്ക് ആവശ്യക്കാരാണ്. മാത്രമല്ല വഖദ് ഷറഹ്തുൽ റിസാല ഫീ മജാലിസ ഇദ്ദ, ഇത്
രചിക്കാനുള്ള കാരണം പറയുകയാണ്. ഈ ചോദ്യോത്തരങ്ങൾ വ്യത്യസ്തങ്ങളായ മജ്‌ലിസുകളിലൂടെ മുസന്നിഫ് നൽകിയിരിക്കുന്ന വിശദീകരണമാണ്, വിശദീകരിച്ചു കൊടുത്തതാണ് പ്രഭാഷണ നിലയിലൂടെ. അങ്ങനെ വഫുരിഗ ഹാദ ശർഹു ബഅദ ദാലിക്, അതിനുശേഷം ഷെയ്ഖിൻ്റെ ഈ ദർസുകൾ എന്ത് ചെയ്തു, അത് എഴുതപ്പെട്ടു. ആ ദർസ് അങ്ങനെ തന്നെ പകർത്തപ്പെട്ടു. വഉരിദ അലയ്യ ഫറാജഅതുഹു വഹറർതുഹു, അതെനിക്ക് നൽകപ്പെടുകയും ഞാൻ അതിനെ പുനഃപരിശോധിക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. വല്ലാഹ അസ്അലു അൻ യജ്സിയ ഖൈറൻ കുല്ല മൻ സാഹമ ഫി ഇഖ്റാജി ഹാദാ ശർഹ്, ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിൽ പങ്കുവച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വഅഖുസ്സു ബിദ്ദിക്രി മിൻഹു ഇബ്നി ഫഹദ് ബിൻ സാലിം, പ്രത്യേകമായിട്ട് പേരെടുത്തു പറയുന്നത് ഷെയ്ഖിൻ്റെ മകൻ ഫഹദിനെയാണ്, ഫഹദ് ബിൻ സാലിം അത്തൊബീൽ ഹഫിളഹുമുല്ലാഹ്, അലാ ജുഹൂദിഹി ഫി മുറാജഅത്തിൽ കിതാബ് വൽ ഇനായത്തി ബി, ഇത് ക്രോഡീകരിക്കുന്നതിലും അതിനെ പരിഗണിക്കുന്നതിലും വലിയ പരിശ്രമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആമുഖത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അസ്സുആലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നതാണ്. ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യമാണ്. ചോദ്യം വളരെ നിസ്സാരമായ ലളിതമായ ചോദ്യമാണ്. മറുപടിയും അതേപോലെ തന്നെ. അൽ ജവാബ് റബ്ബി അല്ലാഹു അസ്സ വജൽ, അതിനുള്ള ഉത്തരം എൻ്റെ റബ്ബ് അല്ലാഹു അസ്സ വജല്ലാണ്. അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എൻ്റെ ഉടമസ്ഥൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എനിക്ക് വേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നവൻ അല്ലാഹുവാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്, സൃഷ്ടിക്കുകയും ഒരു മനുഷ്യനെ പടിപടിയായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് റബ്ബ്. അപ്പോൾ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്നുള്ളതാണ് അതിന് ഉത്തരം. എന്താണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും പ്രസക്തി? അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ശൈഖ് അവർ വിശദീകരിക്കുന്നു. ഇദാ വുദിഅൽ ഇൻസാനു ഫീ ഖബ്രി ഫസൗഫ യുസ്അലു സലാസത അസ്ഇല, ഒരു മനുഷ്യനെ മരണപ്പെട്ട് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ടാൽ 3 ചോദ്യങ്ങൾ അവനോട് ചോദിക്കപ്പെടും. അവ്വലുഹാ ഹാദ സുആലുൽ അദീം, അത് ഒന്നാമത്തെ ചോദ്യം വളരെ പ്രാധാന്യമുള്ള ഈ ചോദ്യമാണ്. ഒന്നാമതായി ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ചോദിക്കുന്നത് ഇതാണ്. വദ്ദലീലു ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഇതാണ് ചോദിക്കുന്നതിനുള്ള തെളിവ്? ഇവിടെ 100ഓളം ചോദ്യങ്ങൾ ശൈഖ് കൊണ്ടുവരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം സ്പഷ്ടമായ ഉത്തരവും ആ ഉത്തരത്തിനുള്ള ദലീലും എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കേവലം കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയുമല്ല, നമ്മുടെ വ്യക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചുള്ള ഉത്തരങ്ങൾ നൽകലല്ല. എന്താണോ ആ ഉത്തരം, അതിന് വ്യക്തമായ ദലീലും എന്ത് ചെയ്യുന്നുണ്ട്, ശൈഖ് അവറുകൾ നൽകുന്നുണ്ട്. ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ഒന്നാമതായി ചോദിക്കുന്നത് ഇതാണ്. എന്താണ് അതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅതീഹി മലക്കാൻ, ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ 2 മലക്ക് വരും. ഫയുജ്ലിസാനിഹി, ആ മനുഷ്യനെ ഖബറിൽ എഴുന്നേറ്റ് ഇരുത്തു. 2 മലക്കുകൾ വന്നിട്ട് ഈ മനുഷ്യനെ എന്ത് ചെയ്യും, എഴുന്നേൽപ്പിക്കും, എന്നിട്ട് ഇരുത്തു. ഫയഖൂലാനി ലഹു, എന്നിട്ട് ഇവനോട് ഈ 2 മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കൂ. ഫയഖൂൽ, അവൻ പറയും, മുഅ്മിനാണെങ്കിൽ അവൻ പറയും, റബ്ബി അല്ലാഹ് എന്ന് പറയും. ഇതാണ് അതിനുള്ള തെളിവ്. വലി അഹമ്മിയത്തി ഹാദ സുആലി, ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കാന മിനൽ വാജിബി അലൽ അബ്ദി അൻ യഅരിഫ റബ്ബഹ്, ഒരടിമയുടെ മേൽ നിർബന്ധമാണ് ആരാണ് തൻ്റെ റബ്ബ് എന്നവൻ എന്ത് ചെയ്യണം, അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അതവൻ്റെ മേൽ നിർബന്ധമാണ്. വല്ലാഹു ജല്ല വഅല ലമ്മാ ഖലഖൽ ജിന്ന വൽ ഇൻസ അർസല ഇലൈഹിം റസുല, അല്ലാഹു മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവരിലേക്ക് മുർസലീങ്ങളെ നിയോഗിച്ചു. വഅൻസല കുതുബൻ, അവരിലേക്ക് വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ ഇറക്കി. എന്തിനാണിത്? ലിയുഅരിഫ ഇബാദഹു ബിനഫ്സി, തൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. ആരാണ് റബ്ബ് എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു എന്ത് ചെയ്തത്, മുർസലീങ്ങളെ നിയോഗിച്ചത്, കിതാബുകൾ ഇറക്കിയത്. വമഅരിഫത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഹിയ മിനൽ ഹികമി അല്ലതി മിൻ അജ്ലിഹാ ഖലഖല്ലാഹുൽ ഖൽഖ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നതാണ്.
അള്ളാഹുവിനെ അറിയലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ ഖൽഖ ലിസലാസി ഹികമിൻ മുതലാസിന. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് പരസ്പരം പൂരകങ്ങളായ 3 ഹിക്മത്തുകളുണ്ട് അതിൻ്റെ പിന്നിൽ. 3 ലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം അൽ ഊല ലിയഅരിഫു റബ്ബഹും സുബ്ഹാനഹു വ തആല. അവർ അവരുടെ റബ്ബാരാണ് എന്ന് അറിയലാണ്, പഠിക്കലാണ്. അതിന് ഉലമാക്കൾ പറയുന്നത് തളമീബുൽ ഇൽമി എന്നാണ്. തൻ്റെ റബ്ബാരാണ് എന്ന് പഠിക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത്. അവൻ്റെ അസ്മാകൾ, അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും എല്ലാം പഠിക്കുക എന്നുള്ളത് തൗഹീദാണത്. അതിന് തൗഹീദുൽ ഇൽമി എന്നാണ് പറയുക. ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണ് തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല, അള്ളാഹു തആല പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു തആല. വമിനൽ അർദി മിഥ്ലഹുന്ന, ഭൂമിയിൽ നിന്നും അപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, 7 ഭൂമികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അവകൾക്കിടയിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ, വഹ്യുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ 7 ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം സൃഷ്ടിച്ചത്? വഹി ഇറക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, സകല കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള അള്ളാഹുവിൻ്റെ ഇൽമ്, അവൻ്റെ ജ്ഞാനം, അത് സകല കാര്യങ്ങളെ ചൂഴ്ന്നുവയ്ക്കുന്നു എന്നതും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യതാണ്, പഠിക്കലാണ്. രണ്ടാമത്തെ ലക്ഷ്യം അർക്കാനിയത്തുൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവർ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അവരെ പരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണത്തെയും ജീവിതത്തെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ സവിശേഷമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ അമലുൽ ഹസൻ, ഹസനായ അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉത്കൃഷ്ടമായ അമൽ എന്ന് പറഞ്ഞാൽ ഹുവ മാ കാന ഖാലിസൻ ലില്ലാഹി തആല സവാബൻ അലാ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചെയ്യുന്ന അമൽ ഏറ്റവും നല്ല അമലാകണമെങ്കിൽ അത് നിഷ്കളങ്കമായി ചെയ്യണമാണ്. ഏത് അമലാകട്ടെ, അത് കേവലമായ ഇബാദാത്തുകളാണെങ്കിലും, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ള ഇബാദാത്തുകളാണെങ്കിലും, അതല്ലാത്ത മറ്റുള്ള അമലുകളാണെങ്കിലും, പ്രതിഫലം കാക്ഷിച്ച് ചെയ്യുന്നതായ അമലുകൾ, ഒരാൾ ദീൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്ന ഏത് അമലും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് ആയിട്ടത് ഇഖ്ലാസുമാണ്, അള്ളാഹുവിൻ്റെ വജ്ഹായിരിക്കണം അത് കാക്ഷിക്കപ്പെടുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അനുയോജ്യമായ നിലയിലായിരിക്കണം, എന്നാലാണ് അത് ഹസനായ അമലായി തീരുകയുള്ളൂ എന്നതാണ്. അപ്പോൾ ഇതിനാണ് അള്ളാഹു ജീവനും മരണവുമെല്ലാം, ജീവിതവും മരണവുമെല്ലാം ഉണ്ടാക്കിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അത്താലിദത്തു ലിഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് ചെയ്യാതിരിക്കുക, ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യം. അത് ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജീന് വർഗ്ഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്നും അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെ ലിയഅ്ബുദൂനി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിവക്ഷ ഐ ലിയുവഹിദുല്ലാഹ, അവർ അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഔ ലിയഅരിഫു, അള്ളാഹുവിനെ അവർ പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്, അറിയാനാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. വമഅലൂമുൻ അന്നൽ അബ്ദ ഇദാ അറഫ അല്ലാഹ അസ്സ വജൽ, ഇങ്ങനെ അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ ഗുണമെന്താണ്? ഒരാണ് അള്ളാഹുവിനെ അറിയുന്നത്. അള്ളാഹുവിനെ അറിയാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട്, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന. ഇങ്ങനെ അള്ളാഹുവിനെ അറിയുന്നു, റബ്ബ് ആരാണ് തിരിച്ചറിയുന്നു, കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നത്. ഇങ്ങനെ അറിഞ്ഞാലുള്ള ഗുണം എന്താ? ഇങ്ങനെ അറിഞ്ഞാൽ ഇദാ അറഫ അല്ലാഹ അസ്സ വജല്ല
അബദഹു വഹദ. ഒരാൾ അള്ളാഹുവിന് യഥാവിധം പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആർക്കും ഇബാദത്ത് നസീബില്ല. ഒരു സൃഷ്ടിയുടെ മുന്നിലും അവൻ്റെ എന്തില്ല കരമുയരുകയില്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൃഷ്ടിയിലും അവൻ ഭരമേൽപ്പിക്കുകയില്ല, തവക്കുൽ ചെയ്യുകയില്ല. ഒരു സൃഷ്ടിയിലും അവൻ അവൻ്റെ പ്രതീക്ഷകൾ അർപ്പിക്കുകയില്ല. അവൻ്റെ ഭയപ്പാടുകളും പ്രതീക്ഷകളും ദുആകളും നേർച്ചകളും ബലികർമ്മങ്ങളെല്ലാം അള്ളാഹുവിനെ ആവുകയുള്ളൂ. അള്ളാഹുവിനെ യഥാവിധം അറിയേണ്ട രീതിയിൽ അറിയണം. അള്ളാഹുവിനെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുക, പല പല കാര്യങ്ങൾക്ക് പല പല ആളുകളെ സമീപിക്കുന്നത്. അള്ളാഹുവേതര ആരാധ്യനിലേക്ക് ആളുകൾ തിരിയാൻ കാരണം അള്ളാഹുവിനെ യഥാവിധം അറിയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അസ്മാവുകൾ തന്നെ എടുത്തത് പഠിച്ചു നോക്കിയത്. അസ്മാവുൽ ഹുസ്ന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെ ഒരാൾ യഥാവിധം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അസ്മാകളും അത്രയ്ക്കും വിശിഷ്ടങ്ങളാണ്. മാത്രമല്ല വഇദാ ജജില ഹഖല്ലാഹ അസ്സ വജല്ല അശ്റക വകഫ. അള്ളാഹുവിനുള്ള ഹക്കിനെ, അവകാശത്തെ സംബന്ധിച്ച ഒരാൾ ജാഹിലായാൽ, വിജ്ഞാനമില്ലാത്തവനായാൽ അവിടെ ശിർക്കും കുഫറും വരും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ സുന്ദരമായി ഇത് സ്വീകരിക്കുന്നുണ്ട്. ലോകത്ത് അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന എല്ലാ കക്ഷികളും, അത് ഇസ്ലാമിൻ്റെ അകത്തുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ, അവരെല്ലാം തന്നെ വഴിപിഴയ്ക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഹക്ക് അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അവർ തിരിച്ചറിയുന്നില്ല. അള്ളാഹുവിൻ്റെ അവകാശത്തെ സംബന്ധിച്ചുള്ള ബോധം അവർക്കില്ല. ഇതുകൊണ്ടാണ് ഏത് കക്ഷികൾ എടുക്കും നോക്കിയാലും അതിനെ ആ രീതിയിൽ കാണാൻ സാധിക്കും. അത് വളരെ സുന്ദരമായി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അജ്ഞതയാണ് ഒരാൾ ശിർക്കിൽ കുഫറിൽ എത്തിക്കുന്നത്. ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാവിധം അറിഞ്ഞാൽ അള്ളാഹു അല്ലാതെ അവൻ ഇബാദത്ത് ചെയ്യുകയില്ല. വലിദാലിക കുല്ലമാ ഇസ്ദാദൽ അബ്ദു മഅരിഫതൻ ബില്ലാഹി അസ്സ വജൽ. ഒരാൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ് അധികരിക്കുമ്പോഴെല്ലാം ഇസ്ദാദ ഇബാദത്തൻ ലഹു വതഅദീമൻ വഖൗഫൻ മിൻഹു വറജാഅൻ വസ്തിഖാമതൻ അലാ അംരി. അപ്പോഴെല്ലാം അള്ളാഹുവിന് ഇബാദത്ത്, അവൻ്റെ ഇബാദത്തുകൾ അധികരിച്ചു. അള്ളാഹുവിന് ധാരാളമായി അവൻ ഇബാദത്ത് ചെയ്യും. അള്ളാഹുവിനുള്ള ബഹുമാനം, ആദരവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ മനസ്സിൽ. അള്ളാഹുവിനുള്ള പേടി, അവനിലുള്ള പ്രതീക്ഷ, അവൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ളതായ ശേഷി ഇതെല്ലാം വർദ്ധിക്കും. എത്രത്തോളം ഒരാൾ അള്ളാഹുവിനെ അറിയുന്നുവോ അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, അള്ളാഹുവിന് കൂടുതൽ അവൻ ഇബാദത്ത് ചെയ്യും. അള്ളാഹുവിനെ മാത്രം പേടിക്കൂ, അള്ളാഹുവിനെ മാത്രം അവൻ എന്ത് ചെയ്യും, പ്രതീക്ഷകൾ അർപ്പിക്കൂ. വറുസുലു അക്മലുൻ നാസ് ഇബാദത്തൻ ലില്ലാഹ്. ഏറ്റവും സമ്പൂർണമായ നിലയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തവർ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളാണ്, അമ്പിയാക്കളാണ്. വഅശദ്ദുഹും ഖശിയത്തൻ ലില്ലാഹ്. അവരാണ് അള്ളാഹുവിനെ ഏറ്റവും അധികം പേടിച്ചത് അവരാണ്. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം ലികമാലി ഇൽമിഹിം ബില്ലാഹി തആല. അവരാണ് അള്ളാഹുവിനെ യഥാവിധം അറിഞ്ഞവർ. സമ്പൂർണമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് യഥാവിധം ഒരാൾ ഉപയോഗിക്കിൽ അവൻ ഏറ്റവും കൂടുതൽ ചെയ്യും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. അപ്പോൾ അമ്പിയാ മുർസലീങ്ങളാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നതും. അതിനുള്ള കാരണം അള്ളാഹുവിനെ യഥാവിധം അവർ അറിയുന്നു എന്നുള്ളതാണ്. അള്ളാഹു തആല പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അവനോട് ഖശിയത്തുള്ളവർ, അവനെ യഥാവിധം പേടിക്കുന്നവർ അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലുമുള്ളവരായിരിക്കും, അറിവുള്ളവർ മാത്രമായിരിക്കും എന്നാണ്. അപ്പം അറിവുണ്ടെങ്കിൽ യഥാവിധം അള്ളാഹുവിനെ പേടിക്കാനും ഇബാദത്ത് ചെയ്യാനും ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എത്രത്തോളം ഒരാൾ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും പഠിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ ഇബാദാത്തുകൾ ഭംഗിയുള്ളതാകും, ഭയഭക്തിയുള്ളതാകും, രുചികരമായി മാറും. ഒരാൾ എത്രയധികം പഠിക്കുന്നുവോ അതനുസരിച്ച് പഠിച്ചവൻ പഠിക്കാത്തവൻ പൂർണ്ണമായും വ്യത്യാസമുള്ളവനായി. കുറച്ച് പഠിച്ചവൻ തീരെ പഠിക്കാത്തവനിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ ഒരാളുടെ ഇബാദത്ത് അത് രുചികരമാകുന്നത്, ആസ്വാദ്യകരമാകുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ സിഫാത്തുകൾ തിരിച്ചറിയുമ്പോഴാണ്. അള്ളാഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅർജു അൻ അകൂന അഖ്ശാകും ലില്ലാഹ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅഅലമകും ബിമാ അത്തഖി, അള്ളാഹുവിനെ സംബന്ധിച്ച് തഖ്വ ഞാൻ പുലർത്തേണ്ട സൂക്ഷ്മതകളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരും ഞാനാകാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കും. വിശ്വാസമായ അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് തഖ്വ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അങ്ങനെ ആണെങ്കിൽ അള്ളാഹുവിനെ കൂടുതൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പേടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ومما يدل على أهمية معرفة الله تعالى أنه صلى الله عليه وسلم لما أرسل معاذ بن جبل رضي الله عنه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചു. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയിക്കുന്നതാണ് ആ സംഭവം. അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ കടന്നു ചെല്ലുന്നത് അഹ്ലു കിതാബ്, ജൂത നസ്വാറാക്കൾ വസിക്കുന്ന ഒരു നാട്ടിലേക്ക്, ആ സമൂഹത്തിലേക്കാണ് താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹു ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ തആല, ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കണം, തൗഹീദിലേക്ക് നിങ്ങൾ വരണം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കണം എന്നുള്ളതാണ് ആദ്യമായി താങ്കൾ അവരെ പഠിപ്പിക്കേണ്ടത്. അതിലേക്കാണ് താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ ഇതാ അറഫൂ ദാലിക, അതവർ പഠിച്ചാൽ, അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, അള്ളാഹുവിനെ കുറിച്ച് അവരറിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം, അള്ളാഹു അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രാപ്പകലുകളിലായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നറിയുക, അവർക്ക് അറിയിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് അവരെ പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. ഫഅമറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദഅവതിഹിം ഇലാ തൗഹീദില്ലാഹി അസ്സ വജൽ ഹത്താ യഅരിഫുല്ലാഹ ഫയഅ്ബുദൂഹു വഹ്ദഹു ലാ ശരീക ലഹ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അവരെ ക്ഷണിക്കാൻ കൽപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കാണ്, തൗഹീദിലേക്കാണ്. അങ്ങനെ ഹത്താ യഅരിഫുല്ലാഹ, അവർ അള്ളാഹുവിനെ അറിഞ്ഞാൽ ഫയഅ്ബുദൂഹു, അപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എന്ത് ചെയ്യില്ല, ഒരു രീതിയിലും പങ്കുചേർക്കുകയില്ല. അപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ് പ്രചരിപ്പിക്കുക. ഒരു പരിധിവരെയും നമ്മുടെ നാടുകളിൽ ധാരാളം ശിർക്കും കുഫറും ബിദ്അത്തുകളും പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു ആരാണെന്ന് യഥാപനം പഠിപ്പിച്ചു കൊടുത്താൽ ഇഖ്ലാസുള്ള കുറച്ചുള്ള ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, അള്ളാഹു ആരാണെന്ന് മാത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വവും പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഒരാൾ സൃഷ്ടികളിൽ നിന്ന് അകന്ന് അള്ളാഹുവിലേക്ക് അടുക്കും, മറ്റുള്ള ആരാധ്യകൾ ഇതിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിലേക്ക് മാറും. അതുകൊണ്ട് ഫഅലൽ മുസ്ലിമി അൻ യതഅറഫ അലല്ലാഹി തആല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ യഥാവിധം തിരിച്ചറിയൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. എങ്ങനെയാണത് അറിയേണ്ടത്? ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉല, അസ്മാഉൽ ഹുസ്നയിലൂടെയാണ് അറിയേണ്ടത്. അള്ളാഹു അവനെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന അവൻ്റെ നാമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്ന നാമങ്ങളുണ്ട്, ഇത് പഠിക്കുക. ഓരോ ദിവസവും പഠിക്കണം, ഓരോ വിശ്വാസവും അള്ളാഹുവിൻ്റെ നാമങ്ങൾ. വസിഫാത്തിഹിൽ ഉല, അത്യുന്നതമായ വിശിഷ്ടങ്ങളായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുണ്ട്, ഇത് പഠിക്കുക. ഈ അവാമിരിഹി വനവാഹി, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ പഠിക്കുക. അള്ളാഹുവിൻ്റെ അസ്മാകൾ, സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ വിരോധങ്ങൾ. വബിമഅരിഫത്തി അഹ്കാമിഹി, വിധിവിലക്കുകൾ, ഇതറിയുന്നതിലൂടെ. വയഅരിഫു മാ യുഹിബ്ബു ജല്ല വഅല, ഇത് മനസ്സിലാക്കിയാൽ അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടം എന്ന് തിരിച്ചറിയാൻ സാധിക്കും. വമാ യുബ്ഗിദു സുബ്ഹാനഹു വതആല, അള്ളാഹു എന്തിനോടാണ് വെറുപ്പ് എന്നും തിരിച്ചറിയാൻ സാധിക്കും. കുല്ലു ദാലിക ദാഖിലു ഫീ മഅരിഫത്തില്ലാഹി തആല, ഇതെല്ലാം അള്ളാഹുവിനെ അറിയുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാകൾ പഠിക്കുക, സിഫാത്തുകൾ പഠിക്കുക, കൽപ്പനകൾ പഠിക്കുക, വിരോധങ്ങൾ പഠിക്കുക, അഹ്കാമുകൾ, വിധിവിലക്കുകളെ കുറിച്ച് പഠിക്കുക, അള്ളാഹു എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പഠിക്കുക, അള്ളാഹു എന്തിനാണ് വെറുക്കുന്നതെന്ന് പഠിക്കുക. ഇതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ് എന്നുള്ളത് ഒരാൾക്ക് വ്യക്തമാണ്.
അപ്പോൾ ഒരാൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫഇൻ ഖാല ഖായിലു ഇന്നൽ ജവാബ അൻ സുആലി മൻ റബ്ബുക യസീറു. മൻ റബ്ബുക എന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക എന്നുള്ളത് വളരെ എളുപ്പമാണല്ലോ. റബ്ബി അല്ലാഹ് എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിനുമാക്കുന്നത്, പഠിക്കുന്നത്, പ്രയാസപ്പെടുന്നത്? ഇത് ഖബറിൽ വെക്കപ്പെട്ടാൽ മലക്ക് ചോദിക്കുമ്പോൾ പറയാൻ വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരെ. എന്നൊരാൾ ചോദിച്ചാൽ എന്താണ് അതിനുള്ള മറുപടി? അവർ കൊടുക്കേണ്ട മറുപടി ഇതാണ്: ഇന്നൽ അബ്ദ ലൻ യഖ്ബുത വയുജീബ ജവാബൻ സ്വഹീഹൻ ഫീ ഖബ്രി. ഒരു മനുഷ്യന് ശരിയാവിധം ധൈര്യത്തോടെ ഇതിനുള്ള ശരിയായ ഉത്തരം ഖബറിൽ പറയാൻ സാധിക്കുകയില്ല. മാലം യകുൻ താബിതൻ ഫിദ് ദുനിയാ അലാ അന്ന റബ്ബഹു അല്ലാഹു അസ്സ വജൽ. ഭൂമിയിൽ വെച്ച് ദുനിയാവിൽ ജീവിക്കുമ്പോൾ തൻ്റെ റബ്ബ് അള്ളാഹുവാണി എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് ഉറച്ച തീരുമാനമില്ല എങ്കിൽ, അതിനെ ഒരാൾ യഥാവിധം നടപ്പിലാക്കിയിട്ടില്ല, പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അതിൽ ഒരാൾ സ്ഥൈര്യതയുള്ളവനല്ല ഭൂമിയിൽ വെച്ച് എങ്കിൽ നാളെ ആസറത്തിൽ ഒന്നിയാൻ സാധിക്കുകയില്ല. ഈ ഉത്തരം സ്ഥൈര്യത്തോടെ പറയാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. വലൗ തഅമ്മലൽ ഇൻസാനു മാ യകൂനു ഫിൽ ഖബർ മിൻ സുആലിൽ മലക്കൈൻ മുൻകരി വനക്കീർ. ഒരാൾ ഖബറിൽ മുൻകറും നക്കീറും രണ്ടു മലക്കുകൾ ചോദിക്കുന്ന ഈ ചോദ്യത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, വഗൈരിഹി മിനൽ ഉമൂരിൽ അദീമത്തിൽ ലത്തി തകൂനു ഫിൽ ഖബർ, ചോദ്യങ്ങൾ മാത്രമല്ല, ഖബറിൽ നടക്കുന്ന വളരെ ഗൗരവമേറിയ ഗുരുതരമായ വേറെയും പല സംഭവ വികാസങ്ങളുണ്ട് സ്ഥിരപ്പെട്ട ഹദീസുകളിലുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ലഅലിമ അന്നഹു ബിഹാജത്തിൻ ഇലാ അൻ യസ്അലല്ലാഹ അൻ യുസബ്ബിതഹു ബിൽ ഖൗലി സാബിഖ്. അവൻ അള്ളാഹുവിനോട് ചോദിക്കൽ അനിവാര്യമാണെന്ന് അവന് ബോധ്യപ്പെടും. അള്ളാഹുവെ, ഖബറിൽ ചോദ്യങ്ങൾക്ക് സ്ഥൈര്യത്തോടെ ഉത്തരം പറയാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിരന്തരം ചോദിക്കേണ്ടി വരും. അത്രയ്ക്കും ഗൗരവമുള്ള ഭീകരമായ സംഭവങ്ങൾ എന്ത് ചെയ്യും ഖബറിൽ നടക്കാറുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരാൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഭൂമിയിൽ യാതൊരു സംശയവുമില്ലാതെ ഇത് അനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. വഖദ് ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൽ മുത്താബ്. സംശയാലുക്കളായ ആളുകളുടെ അവസ്ഥ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിൽ ഇന്ന സുആലി ഫിൽ ഖബർ, ഖബറിൽ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ സംശയാലുക്കളായ ആളുകൾ പറയൂ, മുസ്ലിം പറഞ്ഞു, വയതീഹി മലക്കാൻ, രണ്ട് മലക്കുകൾ അവൻ്റെ അടുപ്പിലേക്ക് വരും. വയുജിരിസാനി, അവൻ എഴുന്നേൽപ്പിച്ചിരുത്തു. വയഖൂലാനി ലഹു, അവനോട് ഈ രണ്ട് മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂൽ ഹാ ഹാ ലാ തദ്രി എന്നായിരിക്കും അവൻ മറുപടി പറയുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബറ അന്നൽ മുർതാബ ലൻ യുവഫഖ ഇലൽ ജവാബി അൻ ഹാദ സുആൽ. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ സംശയാലുവായ ഒരു മനുഷ്യന് തീര സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇതിന് വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് വതഅമ്മൽ ഖൗലഹു ഹാ ഹാ, ഈ ഒരു ഖൗലിനെ നീ ചിന്തിച്ചു നോക്കുക. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുക? കഅന്ന ശൈഅൻ ഗാബ അൻ യുരീദു അൻ യതദക്കറ, അവന് ഓർമ്മയിലുണ്ടായിരുന്നു ആ കാര്യം, അതിനവൻ എന്ത് ചെയ്തു? മറന്നുപോയി നിൽക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയിക്കുക. അവൻ്റെ മനസ്സിലുണ്ടത്, പറയാൻ അവന് തോന്നുന്നുണ്ട്, പക്ഷെ പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവനക്കറിയാമായിരുന്നു കാര്യം, ഇവൻ ഇത് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് അവനക്ക് ഓർമ്മ കിട്ടുന്നില്ല പറയാൻ പാകത്തിന്. ഇങ്ങനെയുള്ള ഒരാളാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന രീതിയിൽ പറയുക. വഹാദ അഷദ്ദു ഫി തഹസ്സു, ഈ മനുഷ്യൻ വളരെ അങ്ങേയറ്റത്തെ ഖേദം വെച്ച് പുലർത്തുന്നവരായിരിക്കും. നമുക്ക് അറിയില്ലാത്തൊരു കാര്യം ആണ് എങ്കിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ തീരെ നോക്കാത്ത പഠിക്കാത്ത ഒരു ചോദ്യമാണെങ്കിൽ അത് കിട്ടാതെ വന്ന വിഷമം ഉണ്ടാവില്ല. പക്ഷെ നല്ല രീതിയിൽ പഠിച്ചതായിരുന്നു ആ സമയത്ത് നീന്നില്ല, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നിരിക്കുന്നു, വലിയ വിഷമം ഉണ്ടാവും. പഠിച്ചിട്ട് പോയതാണ്, പക്ഷെ ആ സമയത്ത് മറന്നുപോയി എന്നതുപോലെ ഇതിനറിയാമായിരുന്നു, പക്ഷേ പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഖേദം അവനുണ്ടാകും, നഷ്ടബോധം ഉണ്ടാകും.
അൻ യതഖയ്യല അന്നഹു യഅരിഫു ഹാദൽ ജവാബ്, അവന് ഈ ഉത്തരം അറിയാമായിരുന്നു എന്നവന് തോന്നുന്നു. വലാകിൻ യുഹാലു ബൈനഹു വബൈന, അവൻ്റെയും ഈ ഉത്തരത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു മറയിടപ്പെട്ടിരിക്കുകയാണ്, ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് വയക്കൂൽ, അവൻ പറയും സുമ്മ യക്കൂൽ, എന്നിട്ട് പറയും സമിഅതു നാസ യഖൂലൂന ഷൈഅൻ ഫഖുൽതു, ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. വലാ യഖൂൽ റബ്ബി അല്ലാഹ്, റബ്ബി അല്ലാഹ് എന്നവർ പറയില്ല. അവരിങ്ങനെ പറയും സമിഅതു നാസ യഖൂലൂന ഷൈഅൻ ഫഖുൽതു, അത് അതിനേക്കാളും നീളമുള്ള വാക്യമാണ്. പക്ഷെ റബ്ബി അല്ലാഹ് എന്നുള്ളത് വളരെ ഹ്രസ്വമായ വാക്യമാണ്, ലളിതമാണ്, അതവന് പറയാൻ സാധിക്കുന്നില്ല. ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല. വലാ യഖൂലു റബ്ബി അല്ലാഹ് വലാ ദീനിയൽ ഇസ്ലാം എന്നും പറയാൻ അവന് സാധിക്കുകയില്ല. വലാ നബിയ്യി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്നും അവന് പറയാൻ സാധിക്കുകയില്ല. ലിഅന്നഹു ഫിദ്ദുനിയ മുർതാബുൻ ഷാഖുൻ, ദുനിയാവിൽ അവൻ സംശയാലുവാണ്, ഈ വിഷയത്തെ സംബന്ധിച്ച് ശരിയായി പഠിച്ചിട്ടില്ല, ഉറച്ച വിശ്വാസം അവനില്ല, ദുനിയാവിൽ അതിൻ്റെ മേൽ സ്ഥൈര്യമായി അവൻ ഉറച്ചു നിന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഫല്ലാഹു യുസബ്ബിതു ഫിൽ ജവാബി അൻ ഹാദ സുആലി മൻ കാന സാബിതൻ ഫീ ഹയാതിഹി അൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആരെയാണ് ഉറപ്പിച്ചു നിർത്തുന്നത്, സ്ഥൈര്യത്തോടെ മറുപടി പറയാൻ സാധിക്കുന്നത് ആരാണ്? ദുനിയാവിൽ ഇസ്ലാമിൻ്റെ മേൽ സ്ഥൈര്യമായി ഉറച്ചു നിന്നവൻ ആരാണോ അവന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, ഇതിനുത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി, ഖൗലു സാബിത്ത് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക് സ്ഥൈര്യം നൽകും, അവർ ഉറപ്പിച്ചു നിർത്തൂ. ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. വയുദില്ലുല്ലാഹു സ്വാലിമീൻ, അക്രമകാരികളായ ആളുകളെ അള്ളാഹു വഴിതെറ്റിച്ച് കളയും. അപ്പോൾ വിശ്വാസം യഥാവിധമായിരിക്കണോ, ദുനിയാവിൽ വെച്ച് അതിൻ്റെ മേൽ ജീവിക്കണോ, എന്നാൽ മാത്രമേ ഇവിടെ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ എന്നുള്ളതിനെ പല മുഫസ്സിറുകളും വ്യാഖ്യാനിച്ചത് ഖബറിൽ അവർക്ക് സ്ഥൈര്യം നൽകണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലുള്ളതായ സ്ഥൈര്യം ദുനിയാവിന് വേണം. എങ്കിലാണ് ഖബർ അവനെ സ്ഥൈര്യത്തോടെ നിലനിർത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആസ്വദത്തിൽ എന്ത് ചെയ്യും, രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇതിന് ഉപോത്ബലകമായ ഒരു കാര്യം കൂടി മുസന്നിഫ് ഇവിടെ പറയുകയാണ്, വനദീറു ഹാദാ, ഇതിന് തുല്യമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിന് ഉപോത്ബലകമായ മറ്റൊരു കാര്യം കൂടി മുസന്നിഫ് ഇവിടെ പറയുക, അൽ മുറൂറു അല സിറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിറാത്ത്, ഒരു പാലം സ്ഥാപിക്കും, ആ പാലത്തിൻ്റെ മേൽ നടക്കുക എന്നുള്ളത് അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. ഫന്നാസു യമുറൂന അല സിറാത്തി, ആണ് ആഖിറത്തിൽ എന്ത് ചെയ്യും, ജനങ്ങൾ ആ സിറാത്തിൻ്റെ മേലെ സഞ്ചരിക്കും. ബിഖദ്രി ഇസ്തിഖാമതിഹിം അല സിറാത്തിൽ ലദീ ശറഅഹു അല്ലാഹു അസ്സ വജല്ല ദുനിയ. സിറാത്തിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്, ആ സഞ്ചാരത്തിൻ്റെ വേഗത, ദുനിയാവിൽ അള്ളാഹു ഒരു സിറാത്ത്, ഒരു വഴി, ഒരു പാത കാണിച്ചു തന്നിട്ടുണ്ട്, അസ്സിറാത്തുൽ മുസ്തഖീം. അതിൽ ഒരു മനുഷ്യൻ എത്രത്തോളം ഇസ്തിഖാമത്തുണ്ടായിരുന്നോ, എത്രത്തോളം സ്ഥൈര്യമായി ആ വഴിയിലൂടെ സഞ്ചരിച്ചോ, വഴിതെക്കാതെ ശരിയായി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിച്ചോ, അതിൻ്റെ ഖദറനുസരിച്ച് കൊണ്ടാണ് ആഖിറത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പാലത്തിൻ്റെ മേൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. ദുനിയാവിലെ സിറാത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നതിൻ്റെ ഖദർ, അതിൻ്റെ അളവ്, തകൂനു സുർഅതുഹു ഇൻദ ജിതിയാസിഹി അസ്സിറാത്ത്, ആഖിറത്തിലെ പാലം കടക്കുമ്പോൾ അതിന് ഉപോത്ബലകമായിക്കൊണ്ടായി അതേപോലെയായിരിക്കും ഇവൻ്റെ വേഗത. ദുനിയാവിൽ ഒരാൾ നല്ല വേഗതയിലാണോ നന്മയിൽ മുന്നേറിയത്, ആഖിറത്തിലും ചെയ്യാൻ പറ്റും, മുസ്തഖീമായ ഈ സിറാത്തിലൂടെ വേഗതയിൽ പോകാൻ സാധിക്കും. ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിൽ ഒരാൾ പിന്നിലാണ്, നന്മകൾ ചെയ്യാൻ ഒരാൾ വളരെ പുറകിലാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴിതെറ്റും. എന്നാൽ എന്ത് ചെയ്യും, ആഖിറത്തിലും വഴിതെറ്റും. ദുനിയാവിൽ നല്ല വേഗതയിൽ സഞ്ചരിച്ചാൽ ആഖിറത്തിൽ ചെയ്യാൻ പറ്റുമോ, വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും.
ഫമൻ കാന സാമിതൻ ഫി ദുനിയ അല സിറാത്തുൽ മുസ്തഖീം അല്ലദീ ഹുവൽ ഇസ്ലാം. ഇസ്ലാമാണ് ആ പറയുന്ന ദുനിയാവിലെ മുസ്തഖീമായ വഴി. അതിൽ ഒരാൾ ദുനിയാവിൽ വെച്ച് സാബിത്തായിരുന്നുവെങ്കിൽ, അടിയുറച്ചിരുന്നുവെങ്കിൽ, ഫഇന്നഹു സയജ്താദു സിറാത്ത യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും ഈ സിറാത്തിൽ കൂടെ അവന് എന്ത് ചെയ്യാൻ സാധിക്കും? കടന്നു പോകാൻ സാധിക്കും. മുഅ്മിനീങ്ങളെയാണ് എന്ത് ചെയ്യുക? ഈ സിറാത്തിലൂടെ കടത്തിവിടുന്ന മുഅ്മിനീങ്ങളെയാണ്, കുഫാറുകളെയല്ല. അവരെ എന്ത് ചെയ്യും? നരകത്തിലേക്ക് അതിനുമുമ്പേ വലിച്ചെറിയും. മുഅ്മിനീങ്ങളായ ആളുകളെയാണ് എന്ത് ചെയ്യുക? ഈ സിറാത്തിലൂടെ സഞ്ചരിപ്പിക്കുക. അവരിൽ ആരാണോ യഥാവിധം ദുനിയാവിലെ മുസ്തഖീമായ വഴിയിലൂടെ വേഗതയിൽ സഞ്ചരിച്ചവർ, അവരെന്ത് ചെയ്യും? ആഖിറത്തിലും വേഗതയിൽ സഞ്ചരിക്കും. വമൻ ലം യകുൻ സാബിതൻ അലൽ ഇസ്ലാം ഫി ദുനിയ, ദുനിയാവിലാരെങ്കിലും ഈ ദീനിൻ്റെ മേൽ അടിയുറച്ചു നിന്നിട്ടില്ല എങ്കിൽ ഫലൻ യജ്താസ സിറാത്തല്ലദീ യുദ്റബു അലാ മത്നി ജഹന്നം, ജഹന്നമിൻ്റെ മേൽ, നരകത്തിൻ്റെ മേലെ നാട്ടിയിരിക്കുന്നതായ ഈ സിറാത്ത് അവനെന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? കടന്നു പോകാൻ സാധിക്കുകയില്ല. അവിടെ ഇരുവശങ്ങളിൽ നിന്നും അവനെന്ത് ചെയ്യും? പിടിച്ചു വലിച്ച് നരകത്തിലേക്കിടും. അതിനുള്ളതായ ആയുധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആഖിറത്തിൽ ഈ സിറാത്തിലൂടെ ഒരാൾക്ക് കടന്നു പോകണമെങ്കിൽ ദുനിയാവ് എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്ഥാപിക്കപ്പെട്ട സിറാത്തിലൂടെ അവൻ നേരെ ചെന്ന് നടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഖബറിൽ വെക്കപ്പെടുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ എന്ത് ചെയ്യണോ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ സംബന്ധിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ശുബ്ഹത്ത്, ഒരു സംശയം കൂടി ഈ വിഷയത്തിൽ മുസന്നിഫ് തീർക്കുന്നുണ്ട്. വഖദ് ഔറദ ബഅദു നാസി ശുബ്ഹത്തൻ, ചില ആളുകൾ ചില ആശയക്കുഴപ്പങ്ങൾ വരുന്നുണ്ട്. അവർ പറയും ലാ ദാഇയ ലിൽ കലാമി ഫീ തൗഹീദിൽ ഉലൂഹിയ്യ, ഇടക്കിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് മാത്രം മതി. വയക്ഫിൽ ഇഖ്തിസാറു അലാ തൗഹീദ് റുബൂബിയ്യ, അള്ളാഹു റബ്ബാണ് എന്നൊരാൾ അംഗീകരിച്ചാൽ മതി, അത് മതിയാകുന്നതാണ്. അതിലേക്ക് ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. ഒരാൾ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കുന്നു, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ എന്നൊരാൾ വിശ്വസിക്കുന്നു, എന്നാൽ അത് തന്നെ മതി. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണോ മാത്രമെന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്ന ആൾ അതിന് കാണാൻ സാധിക്കും. ചില ആളുകളുടെ ദഅവത്തും അതേ രീതിയിൽ തന്നെയാണ്. അതിൻ്റെ മേലാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ, അള്ളാഹുവാണ് എന്താണ് നമുക്ക് സമ്പത്ത് നൽകിയവൻ, മക്കളൊക്കെ തന്നവൻ, ഭാര്യമാരെ തന്നവൻ എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഇത് തന്നെ പറയും. എന്നാൽ ആ അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് അവരുടെ ദഅവത്തിൽ കാണാൻ സാധിക്കില്ല. റുബൂബിയ്യത്ത് മാത്രം പറയും, എന്ത് ചെയ്യൂല? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതായ ദഅവത്ത് അവർ പലപ്പോഴും എന്ത് ചെയ്യില്ല, നടത്തലില്ല. എന്തിനാണ് നിങ്ങളിത് പറയുന്നവർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ലിഅന്നക, അപ്പോൾ അവർ പറയുന്ന ന്യായം എന്താണ്? ലിഅന്നക ഫീ ഖബ്രിക ലതുസ്അൽ മൻ റബ്ബുക വല തുസ്അൽ അൻ മഅബൂദിക, നിന്റെ ഇലാഹാരാണെന്നല്ല ഖബർ വെച്ച് ചോദിക്കേണ്ടത്. ഖബർ വെച്ച് ചോദിക്കുന്നത് എന്താണ്? നിന്റെ റബ്ബാരാണെന്നാണ്. അതുകൊണ്ട് റബ്ബാരാണെന്ന് പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഇവരുടെ ന്യായം. അവർക്കുള്ള ഈ ന്യായത്തിൻ്റെ മറുപടി മുസന്നിഫ് ഹഫദഹുല്ലാഹ് പറയാം. അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ്: ഇന്ന റബ്ബ വൽ ഇലാഹ മിനൽ അൽഫാദുല്ലത്തി ഇദ ജ്തമഅത് ഇഫ്തറഖത്. ഈ രണ്ട് പദങ്ങളുടെയും പ്രത്യേകത, അത് രണ്ടും എവിടെയെങ്കിലും ഒരുമിച്ച് വന്നാൽ, ഇലാഹ് എന്നുള്ള പദവും റബ്ബ് എന്നുള്ള പദവും എവിടെയെങ്കിലും ഒരേപോലെ പ്രയോഗിച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെയും ആശയം രണ്ടായി പോകും. ഇഫ്തറഖത്, രണ്ടിൽ രണ്ടാശയം ഉണ്ടാകും. എന്നാൽ വഇദ ഇഫ്തറഖത് ഇജ്തമഅത്, എവിടെയെങ്കിലും റബ്ബ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഇലാഹ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്നാൽ അത് രണ്ടിൻ്റെയും ആശയം ചെയ്യും അവിടെ സമ്മേളിക്കും. ഇലാഹ് എന്ന് മാത്രമാണ് ഏതെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകളിലോ ഹദീസുകളിലോ പറയുന്നതെങ്കിൽ ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലാഹ് എന്ന് കൂടിയിട്ടാണ്. ഇലാഹ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് കൂടിയിട്ടാണ്, റബ്ബ് എന്ന് കൂടിയിട്ടാണ്. രണ്ടർത്ഥവും അവിടെ കിട്ടും. അതല്ല ഒരിടത്ത് രണ്ടു കൂടി ഒന്നിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവിടെ അർത്ഥം രണ്ടിൽ രണ്ടർത്ഥമായിട്ട് മനസ്സിലാക്കാം. ഇതാണ് ഈ ആയത്തിൻ്റെ പ്രത്യേകത, ഈ പദത്തിൻ്റെ പ്രത്യേകത. കാരണം ഫർറബ്ബു ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ, റബ്ബ് എന്നുള്ളത് അവൻ സൃഷ്ടികർമ്മം നടത്തുന്നവനാണ്, സൃഷ്ടിക്കുന്നവനാണ്, കാര്യങ്ങൾ പരിപാലിക്കുന്നവനാണ്. വൽ ഇലാഹു ഹുവൽ മഅബൂദ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാക്കിൻ ഇൻദമാ യുഫ്റദു റബ്ബു അനിൽ ഇലാഹി, എന്നാൽ എവിടെയെങ്കിലും ഇലാഹു പറയാതെ റബ്ബ് എന്ന് മാത്രം പറഞ്ഞാൽ
അല്ലെങ്കിൽ ഔ യുഫ്റദു ഇലാഹു അനിൽ റബ്ബി, ഇലാഹ് എന്ന് മാത്രം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ യക്കൂനുൽ മഅന വാഹിദൻ, രണ്ടിൻ്റെയും അർത്ഥം ചെയ്യും ഒന്നായിട്ട്. അപ്പോൾ അവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സൃഷ്ടാവെന്നും ആരാധ്യനെന്നും എല്ലാ അർത്ഥവും ചെയ്യും, രണ്ടു പദത്തിനും വരും. എവിടെയെങ്കിലും ഒന്ന് മാത്രമാണ് പരാമർശിക്കുന്നത് എങ്കിൽ അതിനെന്തുണ്ട്? രണ്ട് അർത്ഥവും അതിന് കിട്ടുന്നതാണ്. കാരണം എന്താണ് അങ്ങനെ പറയാൻ? പരിശുദ്ധ ഖുർആനിലെ പല ആയാത്തുകളിലും അത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. റബ്ബ് എന്നുള്ള പദം ഇലാഹ് എന്ന അർത്ഥം നൽകുന്ന രീതിയുള്ള പ്രയോഗങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്? അള്ളാഹു നടത്തിയിട്ടുണ്ട്. ഖുർആനിൽ കാണാം യൂസുഫ് അലൈഹി വസ്സലാമിന്റെ ചരിത്രം പറയുന്നത്, യാ സാഹിബയ സിജ്നി അർബാബുൽ മുതഫല്ലിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിൽ യൂസുഫ് അലൈഹി വസ്സലാമിന്റെ കൂടെ കിടന്ന രണ്ടാളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർബാബുൽ മുതഫല്ലിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വാഹിദുൽ ഖഹാറുമായ ഒരൊറ്റ ആരാധ്യനാണോ ഖൈർ, അതല്ല വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരാണോ? നിങ്ങൾ ഒരൊറ്റ അള്ളാഹ്ക്ക് മാത്രം ദുആ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇന്ന ആവശ്യം വരുമ്പോൾ ഒരു ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നു, വേറെ ആവശ്യം വരുന്നു വേറെ അടുത്ത് പോയി അവിടെ ആരാധന നടത്തുന്നു, വേറെടുത്ത് പോയിട്ട് അവിടെ നേർച്ചകൾ നടത്തുന്നു, ഇതാണോ നിങ്ങൾക്ക് ഹൈറായിട്ടുള്ളത്? അപ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ ആരാധ്യർക്ക് ഇബാദത്ത് കൊടുക്കുന്നതാണോ, സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിന് കൊടുക്കുന്നതാണോ ഏറ്റവും ഉത്തമം എന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ റബ്ബ് എന്നാണ് പ്രയോഗിച്ചത്, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധിക്കപ്പെടുന്നവൻ, ആരാധ്യൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത്. അതേപോലെ മറ്റൊരായത്തിൽ കാണാം, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, ജൂത നസ്വാറാക്കൾ അവരുടെ പണ്ഡിതരെ പുരോഹിതന്മാരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദാത്തിൽ എന്ത് ചെയ്തു? റബ്ബുകൾക്ക് കൊടുത്തു. അപ്പോൾ അവനെ ഇലാഹുകളാക്കി എന്നാണ് അള്ളാഹു ചെയ്ത് പറഞ്ഞത്. പ്രയോഗിച്ചത് റബ്ബ് എന്നാണ്, അർത്ഥം എന്താണ്? ആരാധ്യൻ എന്നുള്ളതാണ് അള്ളാഹുവിടെ നൽകിയിരിക്കുന്ന അർത്ഥം. മറ്റൊരായത്തിൽ കാണാം അള്ളാഹു പറയുന്നു, വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബ, അവൻ നിങ്ങളോട് മലായികത്തിനെയും നബിമാരെയും റബ്ബുകളാക്കാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ചെയ്തിട്ടില്ല, നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ് അതിൽ റബ്ബ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അർത്ഥം എന്താണ്? ഇലാഹ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ റബ്ബു, അല്ലാഹുവാണ് റബ്ബ്. വറബ്ബു ഹുവല്ലാഹ്, റബ്ബ് അല്ലാഹു മാത്രമാണ്. ഫലിദാലിക സതുസ്അലു ഫീ ഖബ്രിക അൻ റബ്ബിക്, അതിനാൽ ഖബറിൽ വെക്കപ്പെട്ടാൽ നിന്നോട് നിന്റെ റബ്ബിനെ കുറിച്ച് ചോദിക്കപ്പെടും. യാനി അൻ ഇലാഹിക്കല്ലദീ തഅബുദുഹു സുബ്ഹാനഹു വ തആല, അതായത് നീ ആർക്കാണ് ഇബാദത്ത് ചെയ്തത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. നീ ആർക്കാണ് ഇബാദത്ത് ചെയ്തത്, നിന്റെ ഇബാദത്തുകൾ അർപ്പിക്കപ്പെട്ട ഇലാഹ് ആരാണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം ചോദിക്കപ്പെടുന്നത്. അപ്പോൾ ഉലൂഹിയത്ത് എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കേണ്ട കാര്യം. കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ റബ്ബ് അള്ളാഹുവാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ പല ആയാത്തുകൾ പറയുന്നുണ്ട്. അഹ്ലുസുന്നയുടെ മുഫസ്സിരീങ്ങൾ അഖിലവും എന്ത് ചെയ്യുന്നുണ്ട്? അത് പറയുകയും ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചിരുന്നു. അവർക്ക് മഴ വർഷിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, മുദബ്ബിർ, ഇതെല്ലാം അള്ളാഹുവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു എന്ന് തന്നെയാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, പൗരാണികരും പിൽക്കാലത്തുന്നവരും പറയുന്നുണ്ട്. അപ്പോൾ റബ്ബ് ആരാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതല്ല, ആ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, നീ ഇബാദത്ത് ചെയ്ത് ആർക്കാണ് എന്നുള്ളതാണ് പ്രാധാന്യമുള്ളതായ ചോദ്യം. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്താലേ ഖബറിലുള്ള ഈ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മറുപടി പറയാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിക്കാനും മനസ്സിലാക്കാനും മരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രത്യേക ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.